തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശീലനം കില രജിസ്ട്രാർ ഡി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവർണൻസിലേക്ക് അതിഥി അധ്യാപകരുടെ ഒഴിവിലേക്ക് നേരിട്ടുള്ള അഭിമുഖം. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് കായിക മന്ത്രി ഒ ജെ ജനീഷ്. രാമനാട്ടുകര നഗരസഭ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ പദ്ധതി ഗോൾ 2026 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശീലനം കില രജിസ്ട്രാർ ഡി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് നൽകി വരുന്ന പരിശീലനത്തിന്റെ ഭാഗമായാണ് പരിശീലനം നടത്തുന്നത്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്കും അംഗങ്ങൾക്കും നൽകുന്ന രണ്ടാംഘട്ട പരിശീലനത്തിന് മുന്നോടിയാണ് പരിശീലനം. കില രജിസ്ട്രാർ ഡി ജയകുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ മുന്ന സദാനന്ദ്, കോഴ്സ് ഡയറക്ടർ ഡോക്ടർ പീറ്റർ എം രാജ്, കോർഡിനേറ്റർ യു വി ബാബുരാജ് എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ത്രിദിന പരിശീലനം ജൂലൈ 17 സമാപിക്കും. ഗസ്റ്റ് ലെക്ചറർ ഒഴിവ് തൃശൂർ മുളങ്കുന്നത്തുകാവിലുള്ള കില ക്യാമ്പസിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടെ പ്രവർത്തിച്ചു വരുന്ന കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവർണൻസിലേക്ക് അതിഥി അധ്യാപകരുടെ ഒഴിവിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. 4 വർഷ UG പ്രോഗ്രാമായ BA ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കോഴ്സിലേക്കാണ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും നെറ്റ് അഥവാ PhD യോഗ്യത ഉള്ളവരുമായിരിക്കണം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 20 രാവിലെ 10:30 കില കോളേജിൽ നേരിട്ട് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 0487 2207 403 9633369022 എന്നീ ഫോണുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വെബ്സൈറ്റിലും വിവരം ലഭ്യമാണ്. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് കായിക മന്ത്രി ഒ ജെ ജനീഷ്. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അനുവദിക്കുന്ന ആദ്യ സ്റ്റേഡിയമായി ഇത് മാറും. അനുബന്ധമായി കായിക രംഗത്ത് നടപ്പാക്കാവുന്ന പദ്ധതികളുടെ സാധ്യതകളും പരിശോധിക്കും. പ്രദേശത്തിന്റെ ടൂറിസം, ബീച്ച് ഡ്രൈവ് സാധ്യതകൾ പരിഗണിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ MLA, മറ്റ് ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ അനുഗമിച്ചു. തുടർന്ന് പയ്യോളി നഗരസഭയിലെ കുഞ്ഞാലി മരയ്ക്കാർ മ്യൂസിയവും അദ്ദേഹം സന്ദർശിച്ചു. രാമനാട്ടുകര നഗരസഭ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ പദ്ധതി ഗോൾ 2026 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് MLA മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KP നാസർ ഉപഹാര സമർപ്പണം നടത്തി. നഗരസഭാ സെക്രട്ടറി P ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ V മിഥുഷ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK മുഹമ്മദ് കോയ, ഫൈസൽ പള്ളിയാളി, T സുമതി, സജ്ന റഷീദ്, കൗൺസിലർ K സുധീഷ് കുമാർ, മുൻ ചെയർപേഴ്സൺമാരായ VM പുഷ്പ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NC ഹംസക്കോയ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ TC ബാബുരാജൻ മാസ്റ്റർ, കോഴിക്കോട് റൂറൽ ICDS CDPO KK ഹസീന, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ PM ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടാണ് തുടക്കമെങ്കിലും ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിവൃദ്ധിയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള വാതായനങ്ങളാണ് കുടുംബശ്രീ തുറന്നിടുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ തൃക്കാക്കര MLA ഉമാ തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ, തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി, കുടുംബശ്രീ സംസ്ഥാന മിഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നവീൻ C നായർ, തൃക്കാക്കര നഗരസഭാ കൗൺസിലർ ടിനു ജിപ്സൺ, CDS ചെയർപേഴ്സൺമാരായ MH ഹസീല, തൃക്കാക്കര വെസ്റ്റ്, A നിഷ, തൃക്കാക്കര ഈസ്റ്റ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TM റജീന തുടങ്ങിയവർ പങ്കെടുത്തു. കില തളിപ്പറമ്പ് സെന്ററിൽ സോഫ്റ്റ് ടോയ് നിർമ്മാണത്തിൽ വനിതകൾക്ക് പരിശീലനം നൽകി. കുടുംബശ്രീ സ്വയം സഹായക സംഘങ്ങൾക്കായുള്ള പരിശീലനം ഈ മാസം 7 മുതൽ 9 വരെയായിരുന്നു നടത്തിയത്. പ്രിൻസിപ്പൽ അബ്ദുൾ ജലീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നുള്ള SHG ഗ്രൂപ്പ് അംഗങ്ങളായിരുന്നു പരിശീലനത്തിൽ സംബന്ധിച്ചത്. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജീവനം 2.0 ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. അലനല്ലൂർ UB കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുൾ അൻസാരി അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M നീതു ശങ്കർ മുഖ്യാതിഥിയായി. കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം മാനേജർ മൃഗസംരക്ഷണ മേഖലയുടെ ഡോക്ടർ വന്ദന ശശിധരൻ പദ്ധതി വിശദീകരിച്ചു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ, തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഷീന, അലനല്ലൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ് ആലയൻ, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയ ആമ്പൂക്കാട്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത വിത്തിനോട്ടിൽ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KR ഗീത, മൃഗസംരക്ഷണ മേഖലാ ജില്ലാ പ്രോഗ്രാം മാനേജർ ഐശ്വര്യ ശ്രീനിവാസൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
പത്തിരിപ്പാല മങ്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വിജയോത്സവം മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. പത്തിരിപ്പാല ഗവൺമെൻറ് HSSൽ നടന്ന വിജയാഘോഷ പരിപാടിയിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധന്യ മണികണ്ഠൻ, മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീദേവി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിശ്വം, വാർഡ് അംഗം നസീമ റിയാസ്, സ്കൂൾ പ്രിൻസിപ്പൽ KR കർപ്പകം, PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ, VHSC പ്രിൻസിപ്പൽ പ്രസീത, ഹെഡ്മിസ്ട്രസ് T അനിത തുടങ്ങിയവർ പങ്കെടുത്തു. മങ്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവത്തിന് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത അധ്യക്ഷയായിരുന്നു. വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KR ആതിര, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജിൻസി, മങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R ശാലിനി, ഗ്രാമപഞ്ചായത്ത് അംഗം VR രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉൾനാടൻ മത്സ്യകൃഷിയുടെ സുസ്ഥിരമായ വളർച്ചയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പത്തനംതിട്ട ജില്ലയിൽ ദേശീയ മത്സ്യ കാർഷിക ദിനം ആചരിച്ചു. മാരാമൺ റിട്രീറ്റ് സെന്ററിൽ അബിൻ വർക്കി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് വരിക്കണ്ണാമല അധ്യക്ഷനായി. കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രാമചന്ദ്രൻ നായർ, തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് LC ക്രിസ്റ്റഫർ, അംഗം തോമസ് എബ്രഹാം, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ മിലി ഗോപിനാഥ്, പോളച്ചിറ ദേശീയ മത്സ്യവിത്ത് ഉൽപ്പാദന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ CB സോമൻ, മത്സ്യകർഷകർ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യകർഷകരുടെ ബ്ലോക്ക് തല ശില്പശാല, അക്വാകൾച്ചർ, ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ച് തിരുവല്ല ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ശില്പ പ്രദീപ് വിശദീകരിച്ചു. ജില്ലയിലെ മികച്ച 11 മത്സ്യ കർഷകരെ ആദരിച്ചു. ഉൾനാടൻ മത്സ്യകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മത്സ്യകൃഷി മേഖലയിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ചും സെമിനാർ സംഘടിപ്പിച്ചു. വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നിയമനം നടത്തുന്നതിന് ജൂലൈ 21 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖം നടത്തും. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ജെൻഡർ സ്റ്റഡീസ്, വിമൻ സ്റ്റഡീസ് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 22 മുതൽ 45 വരെ. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അസൽ പകർപ്പ് എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 04682 3502229. പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കോയിപ്പുറം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശുചിത്വ ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനീഷ് വരിക്കണ്ണാമല അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ശുചിത്വ സന്ദേശം നൽകി. കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് ഈപ്പൻ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് R ജയ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MK സോമൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ CN വിജയകുമാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റെനി സൂസൻ മാത്യു, കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല മാത്യു, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM വിനീത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃകാ സോളാർ ഗ്രാമമാകാൻ മത്സരരംഗത്തുള്ള പഞ്ചായത്തുകൾ അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്ക. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര സർക്കാരിൻ്റെ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിക്ക് കീഴിൽ 8 ഗ്രാമപഞ്ചായത്തുകളാണ് മാതൃകാ സോളാർ പദ്ധതിയുടെ ഭാഗമാകുന്നത്. മാതൃകാ ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തിന് സോളാർ ഊർജ്ജ പദ്ധതികൾ വിപുലീകരിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് 1 കോടി രൂപയുടെ ധനസഹായം ലഭിക്കും. കുമ്പളങ്ങി, പായ്പ്ര, മുളന്തുരുത്തി, ചിറ്റാറ്റുകര, കുഴുപ്പള്ളി, ചോറ്റാനിക്കര, മണിയുടെ, ഒക്കൽ എന്നീ പഞ്ചായത്തുകളാണ് ജില്ലയിൽ നിന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മാർച്ചിൽ തുടങ്ങി 6 മാസം നീളുന്ന ഈ മത്സര കാലയളവിൽ നിലവിൽ 216 വീടുകളിൽ സോളാർ സ്ഥാപിച്ച് 742 കിലോവാട്ട് അധിക ഉൽപ്പാദനം കൈവരിച്ച കുമ്പളങ്ങി പഞ്ചായത്താണ് ജില്ലയിൽ മുന്നിൽ. പദ്ധതി നടപ്പിലാക്കുന്നതിൽ രാജ്യത്ത് 8ാം സ്ഥാനം നേരത്തെ തന്നെ ജില്ല കൈവരിച്ചിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കർമ്മസദൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാതല ദേശീയ മത്സ്യകർഷക ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. AD തോമസ് MLA ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഓൺലൈനായി സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രലേഖ ചടങ്ങിൽ മത്സ്യകർഷക ദിന സന്ദേശം നൽകി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രശാന്തൻ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എൻ്റെ ക്ഷയരോഗമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള കോട്ടയം ജില്ലാതല പുരസ്കാര വിതരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മാമനമപ്ല ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കോട്ടയം മാമനമപ്ല ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം RDO നിജു കുര്യൻ TB മുക്ത സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ സന്ദേശം നൽകി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സാം സാവിയോ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗോൾഡ് വിഭാഗത്തിൽ ഞീഴൂർ, മണിമല, കറുകച്ചാൽ, കല്ലറ, അകലക്കുന്നം, തലപ്പലം പഞ്ചായത്തുകൾ അവാർഡിന് അർഹരായി. സിൽവർ വിഭാഗത്തിൽ നീണ്ടൂർ, കുറിച്ചി, പൂഞ്ഞാർ, തെക്കേക്കര, വെച്ചൂർ, തീക്കോയി, മറവൻതുരുത്ത്, കൂരോപ്പട, പനച്ചിക്കാട്, നെടുങ്കുന്നം പഞ്ചായത്തുകളും ബ്രോൺസ് വിഭാഗത്തിൽ കടപ്പളമറ്റം, തലയാഴം, ആർപ്പൂക്കര, ഉഴവൂർ, തലയോലപ്പറമ്പ്, കങ്ങഴ പഞ്ചായത്തുകളുമാണ് പുരസ്കാരം നേടിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം R ശ്രീകല, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ, നഗരസഭാ കൗൺസിലർ S ഗോപകുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ CJ സിത്താര, ജില്ലാ TV ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു, ഡോക്ടർ ആശ, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ S സജീവ് എന്നിവർ സംസാരിച്ചു.
കോഴിക്കോട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും വാർഷിക പദ്ധതി രേഖാപ്രകാശനവും അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ അധ്യക്ഷയായി. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ സാറ ജാഫർ, രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഫസീല, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു താന്നിക്കാക്കുഴി, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ CC നിഷ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രി 2028 പൂർണ്ണ സജ്ജമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ ജില്ലാ ആശുപത്രി സന്ദർശനവും കിഫ്ബി പദ്ധതികളുടെ അവലോകനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത നവംബറിൽ ജില്ലാ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. ഇൻകൽ ഏറ്റെടുത്തുള്ള പ്രവൃത്തികൾ 18 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ ആശുപത്രിയിൽ നിലവിലുള്ള ഒഴിവുകൾ വേഗത്തിൽ നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിലുള്ള പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ ആശുപത്രിയുടെ സൗകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും മന്ത്രി യോഗത്തിൽ വിലയിരുത്തി. ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ രമേശ് പിഷാരടി MLA, ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ഷീലാദേവി, DMO ഡോക്ടർ K ബിന്ദു തോമസ്, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ KP അഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC, +2, NSS, USS, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഫറോക്ക് നഗരസഭയുടെ ആദരം മെറിറ്റ് +2 K26 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ C ചന്ദ്രിക അധ്യക്ഷയായി. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ PK ഷബീർ അലി, സ്ഥിരം സമിതി അധ്യക്ഷരായ EK താഹിറ, PK അബ്ദുൽ സലാം, പ്രജിത ടീച്ചർ, M മൊയ്തീൻ കോയ, സെക്രട്ടറി KPM നവാസ്, കൗൺസിലർമാരായ P പ്രജിഷ, അഡ്വക്കേറ്റ് KM ഹനീഫ, M വിജയൻ, ഷാജി പറശ്ശേരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം കൃഷിമന്ത്രി T സദ്ദിഖ് നിർവഹിച്ചു. കാർഷിക രംഗത്ത് AI സാങ്കേതികവിദ്യ ഈ വർഷം മുതൽ സാർവത്രികമാക്കുമെന്ന് ഉദ്ഘാടന വേളയിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആർട്ട്മയുടെ നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിച്ചത്. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രിയദർശിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി, ADM നിസ A, കൃഷി അഡീഷണൽ ഡയറക്ടർ എക്സ്റ്റൻഷൻ സ്വപ്ന S, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ദീപ V, കരമന IFSRS പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജേക്കബ് ജോൺ, വാർഡ് കൗൺസിലർ അനിത S, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേമവലി, ആത്മ പ്രോജക്ട് ഡയറക്ടർ ഷക്കീല P, ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ റീജ RS തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. താനാള് ഗ്രാമപഞ്ചായത്തിലെ LP ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി തയ്യാറാക്കിയ ഒരു കായിക പാഠ്യപദ്ധതിയാണ് ഓടിയും ചാടിയും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കായിക വിഭാഗം തലവൻ ആയിരുന്ന ഡോക്ടർ ബിജു സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. ഇത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന് കൂടുതലായിട്ട് അഭ്യർത്ഥിക്കുന്നു. നല്ല രസമുള്ള കളികളാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പീരീഡാണ് ഓടിയും ചാടിയും. ഇതിലൂടെ ഞങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കളികളാണ് ഉള്ളത്. പ്രഗത്ഭരായ കായിക അധ്യാപകർ തയ്യാറാക്കിയ ഒരു കൈപ്പുസ്തകം തന്നെ ഞങ്ങൾക്കുണ്ട്. LP ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ആരംഭിച്ച പരിശീലന പരിപാടി ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു.
അടുത്തതായി നമുക്ക് സംസാരിക്കാം. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കനാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം, ഞാൻ മേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. പേര് പോളി പുളിക്കൻ എന്നാണ്. മേലൂർ പഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയിൽ മാത്രമല്ല പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിൽ നടത്തുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കാർഷിക മേഖലയിൽ നമുക്കറിയാം, മേലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിൽ കർഷകർ കൂടുതലുള്ള ഒരു കാർഷിക പഞ്ചായത്ത് കൂടിയാണ് മേലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ തങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കി പോരുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് നെൽകൃഷി വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അതിൽ വലിയ കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഇടപെടൽ ഞങ്ങളിപ്പോൾ ആ മേഖലയിൽ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നെൽകൃഷി കുറച്ചും കൂടെ കൂടുതലായിട്ട് ആളുകൾ ചെയ്തു വരുന്നൊരു രീതിയുണ്ട്. അപ്പോൾ നെൽകൃഷി ചെയ്യുന്ന ആളുകൾക്ക് സബ്സിഡി, ഗവൺമെൻറ് സബ്സിഡി കൂടാതെ തന്നെ പഞ്ചായത്ത് പദ്ധതി വെച്ച് സബ്സിഡി നമ്മൾ നൽകി പോരുന്നുണ്ട്. അതുകൂടാതെ തരിശ് നിലങ്ങൾ നമ്മൾ കൃഷി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പ്രത്യേക സബ്സിഡിയും നമ്മൾ പഞ്ചായത്ത് നൽകി പോരുന്നുണ്ട്. അതേമാതിരി തന്നെ വാഴ കൃഷി ചെയ്തു വരുന്ന ആളുകൾക്ക്, അതേമാതിരി തന്നെ ജാതി കൃഷി ചെയ്തു വരുന്ന ആളുകൾക്കൊക്കെ വളം സബ്സിഡിയോടുകൂടി നൽകുന്ന പദ്ധതികൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതേമാതിരി തന്നെ പച്ചക്കറി വനിതകൾക്ക് അടുക്കള മുറ്റത്തെ പച്ചക്കറി തോട്ടം എന്നുള്ള നിലയ്ക്ക് എല്ലാ വീടുകളിലും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള പച്ചക്കറി വനിതകൾക്ക് അടുക്കള മുറ്റത്ത് പച്ചക്കറി കൃഷി എന്നുള്ള നിലയ്ക്ക് ഒരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ വർഷം അത് തുടർന്ന് വരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ കാർഷിക മേഖലയിൽ വലിയ ഇടപെടലുകൾ നമ്മൾ നടത്തി പോരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങൾ നമ്മൾ തൈകൾ കൊടുക്കുന്ന പരിപാടി, അതേമാതിരി തന്നെ കന്നുകൾ കൊടുക്കുന്ന പരിപാടി നമ്മൾ ആ മേഖലയിൽ നടപ്പിലാക്കി പോരുന്നുണ്ട്. അങ്ങനെ കാർഷിക മേഖലയിൽ വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യമാണ്, മൃഗസംരക്ഷണ മേഖലയിലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ നല്ലൊരു ഇടപെടൽ പഞ്ചായത്ത് എന്നുള്ളതാണ്. എല്ലാ പഞ്ചായത്തുകളും ചെയ്തു പോരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ പഞ്ചായത്തിലും അത്തരം കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ആവശ്യമായ മരുന്നുകൾ, അവിടെ ആശുപത്രിയിലുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ, ഹോസ്പിറ്റലിൻ്റെ സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു പോരുകയാണ്. അതേമാതിരി തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതേമാതിരി തന്നെ കർഷകരെ നമുക്കറിയാം ഇത്തരം ആ മേഖലയിലുള്ള കർഷകരെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണത്. ഒരു നമ്മുടെ വളർത്തുന്ന ഒരു പശുവോ അല്ലെങ്കിൽ ആടോ അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അസുഖം വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഒരു കർഷകനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പം അത്തരം ആ മേഖലയിൽ അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു പോരുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യ മേഖലയാണ്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടുവരുന്ന രണ്ട് രീതി എന്ന് പറയുന്ന, ഒന്ന് പ്രധാനമായിട്ടും ധാരാളം ഹോട്ടലുകൾ, നമ്മൾ ഭക്ഷണം കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ പൊട്ടിമുളച്ച് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളും ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റം, നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം ഇപ്പോൾ പുറമേ നിന്നാണ് ആളുകൾ കടകളിൽ നിന്ന് കഴിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ പൊതുസമൂഹം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന ജീവിതശൈലി രോഗങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട മരുന്ന് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനം പഞ്ചായത്ത് നമ്മൾ ഫണ്ട് വെച്ചിട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഒരു ഡോക്ടറെയും അനുബന്ധ സൗകര്യങ്ങളും നമ്മൾ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ഫണ്ട് വെച്ചുകൊണ്ട് ഈവനിങ് OP അടക്കമുള്ള സൗകര്യം നമ്മൾ പഞ്ചായത്തിൽ ഏർപ്പെടുത്തി അത് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മാരകമായ അസുഖങ്ങൾ മൂലം അവശത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വരുന്ന മരുന്നുകൾ വലിയ വിലപിടിപ്പുള്ള മരുന്നുകളാണ്. അപ്പോൾ ആ മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി അവർക്ക് മറ്റാരെയും ആശ്രയിക്കാതെ അവർക്ക് അവരുടെ രോഗം ഭേദമാകാവുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ദീർഘകാലം അവർ മരുന്ന് കഴിക്കേണ്ട ആളുകളാണ്, അവർക്ക് വേണ്ട പ്രത്യേകം പദ്ധതി വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം 4000 രൂപ നമ്മൾ ഒരു മാസം അവർക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നമ്മൾ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ചെയ്തു പോരുകയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് അംഗൻവാടി, കുട്ടികളും സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് അംഗൻവാടികൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 27 അംഗൻവാടിയാണുള്ളത്. അതിൽ 15ഓടത്തോളം അംഗൻവാടികൾ ഇപ്പോൾ നമ്മൾ ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട്.
സ്മാർട്ട് അംഗൻവാടികളായിട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള അംഗൻവാടികളെയും കൂടെ ആ തരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം പുതിയതായിട്ട് 400ഓളം അംഗൻവാടികളുടെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടത്തി അതും സ്മാർട്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഈ വർഷം നമ്മൾ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തു പോരുന്നത്. ആ കുട്ടികൾക്കുള്ള പോഷകാഹാരം അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ പദ്ധതികൾക്കും നമ്മൾ ഫണ്ട് വെച്ച് മുന്നോട്ട് പോരുകയാണ്. വനിതാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ മേഖലയിൽ സ്വയം തൊഴിൽ നമ്മൾ പുതിയ സംരംഭങ്ങളെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ തനത് വരുമാനം ഓരോ കുടുംബത്തിനെയും തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആ മേഖലയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടും അത്തരം പദ്ധതികൾ നമ്മൾ കൊണ്ടുവരികയാണ്. ഏകദേശം 20ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഈ വർഷം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് 50,000 സബ്സിഡി കൊടുത്തുകൊണ്ട് സംരംഭം തുടങ്ങാനുള്ള സംവിധാനം നമ്മൾ ഇപ്പോൾ പദ്ധതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൂടാതെ സംരംഭങ്ങൾ നിലവിൽ നടത്തി വരുന്ന ആളുകൾക്ക് അവരുടെ സംരംഭത്തിൻ്റെ കുറേ കൂടി വിപുലീകരണത്തിന് വേണ്ടിയിട്ട് വാഹനമടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പദ്ധതി നമ്മൾ ഈ വർഷം വെച്ചിട്ടുണ്ട്. അത് 2 വീലറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു സംരംഭം നടത്തുന്നുണ്ട്. ആ സംരംഭം ഒരു ഉണ്ടാക്കുന്ന ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത്തരം പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഈ തവണ പദ്ധതിയുടെ ഭാഗമായിട്ട് വനിതാ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേമാതിരി തന്നെ അവർക്ക് അവരുടെ മെച്ചപ്പെട്ട ആരോഗ്യം സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിന് ഭാഗമായിട്ട് യോഗ പരിശീലനം തുടങ്ങിയുള്ള പദ്ധതികൾ വരുന്നുണ്ട്. മെൻസ്ട്രൽ കപ്പ് പോലുള്ള പദ്ധതികളും ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളും നമ്മൾ പഞ്ചായത്ത് ഈ തവണ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് അറിയാം പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് തരുന്ന വികസന ഫണ്ടും പഞ്ചായത്തിൻ്റെ തനത് വരുമാനം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പിന്നെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിവിധങ്ങളായ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ വലിയ ഒരു ആഗ്രഹം, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്പോൾ കുട്ടികൾ നമ്മുടെ കായിക മേഖലയിൽ അത്യാവശ്യം കഴിവുള്ള ഒരുപാട് ആളുകളുള്ള പ്രദേശമാണ് മേലൂർ. അപ്പോൾ അവരെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അത് ആവശ്യമായ സൗകര്യത്തോടു കൂടി വലിയൊരു ഗ്രൗണ്ട് അല്ല. ഏകദേശം ഒരു 65 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ വലിയൊരു ഗ്രൗണ്ട്, ഒരു 2-2.5 ഏക്കർ സ്ഥലം വാങ്ങി ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി നമുക്ക് ആ മേഖലയിൽ, കായിക മേഖലയിൽ വലിയൊരു മുന്നേറ്റത്തിന് ഉള്ളൊരു സാധ്യത നമ്മൾ കണ്ടുകൊണ്ട് ഈ വർഷം അതിനുവേണ്ടി പ്രത്യേകം ഒരു പദ്ധതി പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും ഒരു 1.5 കോടി രൂപ മാറ്റിവെച്ച് നമ്മൾ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും അതിൻ്റെ ഭാഗമായിട്ട് ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ആ മേഖലയിലും ഇപ്പോൾ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നല്ല നിലയ്ക്ക് നടന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാ വീടുകളിലേക്കും നമ്മൾ ഈ പറയുന്ന മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ബയോബിന്, അതേപോലെ തന്നെ ഡ്രിങ്ക് കമ്പോസ്റ്റ്, ബയോഗ്യാസ് പോലുള്ള സംവിധാനങ്ങൾ എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുടർ പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഈ വർഷവും ആ മേഖലയിൽ ഫണ്ട് വെച്ച് നമ്മൾ പദ്ധതികൾ ഏറ്റെടുക്കുന്നുണ്ട്. MCF ഇപ്പോൾ വാടകയ്ക്കാണ് MCF നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വന്തമായി സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് MCF പണിയുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. നമ്മുടെ നീർച്ചാലുകളും അതുപോലെ തന്നെ കുളങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷത്തെ പദ്ധതിയിൽ അതിന് കെട്ടി സംരക്ഷിക്കുന്നതിനും അതിൻ്റെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാവുന്ന തരത്തിലേക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെ അടക്കം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ദീർഘമായി നമ്മൾക്ക് കിട്ടുന്ന ഫണ്ടും ഒപ്പം പഞ്ചായത്തിൻ്റെ തനത് വരുമാനം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മികച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതിന് നാടിൻ്റെ സഹകരണവും എല്ലാവരുടെയും സഹകരണം, ഉദ്യോഗസ്ഥരുടെയും അതേപോലെ തന്നെ മറ്റു എല്ലാവരുടെയും സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചാലക്കുടി പുഴ മേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വശത്ത് കൂടെ കടന്നു പോകുന്ന പുഴയാണ്. ആ പുഴയുമായി ബന്ധപ്പെട്ടാണ് ദുരന്ത നിവാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് 2018 വെള്ളപ്പൊക്കത്തിൽ വലിയ രീതിയിൽ നാശനഷ്ടം വന്നൊരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പുഴയിലെ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ട്. അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അത് നമ്മൾ നടത്തി പോരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ ഈ ചാലക്കുടി പുഴയിലെ വെള്ളം ഉയരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുകളിലുള്ള ഡാമുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ പെനിയൽകുത്ത് ഡാം ചെറിയൊരു ഡാമാണ്. അത് പെട്ടെന്ന് നിറയുകയും അതിലെ വെള്ളം വലിയ രീതിയിൽ പുഴയിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസം മുന്നേ ഒരു യോഗം ചേരുകയും അവരുടെയും കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മുന്നൊരുക്കം ആ ഡാം മാനേജ്മെന്റ് കൃത്യമായി പരിപാലിക്കുന്നതിന്റെ ഭാഗമായി
പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കി ബന്ധപ്പെട്ട സർക്കാരിലേക്കും മറ്റ് വകുപ്പുകളിലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു നിയന്ത്രണം കൃത്യമായി വന്നു കഴിഞ്ഞാൽ തന്നെ പുഴയിലെ വെള്ളമുയർന്നതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ നമുക്കൊരു പരിധിവരെ തടയാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിദാരിദ്ര്യം എന്നുള്ള നിലയ്ക്ക് അവരെ കണ്ടെത്തിക്കൊണ്ട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന 41 ആളുകളെയാണ് നമ്മൾ ആ സർവേ മുതൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും നമുക്ക് അതിൽ നിന്നും മോചിപ്പിച്ച് അവർക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാനും വീട് മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ഒപ്പം അവർക്ക് ഒരു ജീവിതമാർഗം കൂടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടെ ചെയ്തുകൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റം വരുന്നതിന് വേണ്ട പദ്ധതികൾ കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് അവരെ നമ്മൾ എന്തൊക്കെ കൊടുത്താലും അവരുടെ ആ സ്ഥിതിയിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയാത്ത ആളുകളുണ്ട്. കാരണം പ്രായമായ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൽ ചില ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ട ക്രമീകരണം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു പോരുകയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പുഴയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ മുരുകൂര് ഏഴാറ്റുമുഖം റോഡ് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട റോഡാണ്. ആ വഴിയിലൂടെ അതിരപ്പള്ളിക്കും ഏഴാറ്റുമുഖത്തേക്കും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു കേന്ദ്രം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസൽ നമ്മുടെ സർക്കാരിലേക്ക് നമ്മൾ കൊടുക്കുകയും 3 കോടി രൂപ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പുഴയുടെ ചേർന്ന് പഞ്ചായത്തിന് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു DPR തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ അത് അംഗീകരിച്ച് 3 കോടി രൂപ അതിന് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ മറ്റ് തുടർ നടപടികൾ ആയി വരുന്നുള്ളൂ. അത് വരുന്ന മുറയ്ക്ക് ആ പദ്ധതിയും കൂടെ ഏറ്റെടുത്ത് ആ മേഖലയിലും മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.